അധികൃതരുടെ അനാസ്ഥ മൂലം അപകടമെന്ന് ആരോപണം. മാള പട്ടാളപ്പടിയിൽ നിയന്ത്രണം വിട്ട കാർ മിക്സർ മെഷീനിൽ ഇടിച്ചു. തുടർന്ന് മതിലും ഇടിച്ചു തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മിക്സർ മെഷീൻ 1 മാസമായി ഇവിടെ കിടക്കുകയാണ്. ഇന്ന് ഉച്ചതിരിഞ്ഞാണ് സംഭവം. മാളയിൽ നിന്നും അഷ്ടമിച്ചിറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ ടയർ പൊട്ടിയതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് റോഡിൽ പാർക്ക് ചെയ്തിരുന്ന മിക്സർ മെഷീനിൽ ഇടിക്കുകയായിരുന്നു. തുടർന്ന് സമീപത്തെ മതിലും ഇടിച്ചു തകർത്തു. ചിറയത്ത് മേഴ്സി പൗലോസിന്റെ മതിലാണ് അപകടത്തിൽ തകർന്നത്. കാറിന്റെ മുൻഭാഗം ഭാഗികമായി തകർന്നിട്ടുണ്ട്. റോഡ് നിർമ്മാണത്തിനായി കൊണ്ടുവന്ന മിക്സർ മെഷീൻ 1 മാസമായി ഇവിടെ കിടക്കുകയാണ്. അധികൃതരോട് പലതവണ അറിയിച്ചിട്ടും ഇത് ഇവിടെ നിന്ന് മാറ്റാൻ തയ്യാറായില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. ഏകദേശം 1 മാസത്തോളമായി ഈ റോഡ് സൈഡിൽ ഈ മിക്സർ വണ്ടി ഇവിടെ കിടക്കുന്നത്. പലരും എന്നെ വിളിച്ച് അല്ലെങ്കിൽ ഇവിടെ അയൽവക്കത്തുള്ള വീടുകളിലൊക്കെ വിളിച്ച് ഇതിനെക്കുറിച്ച് പറയാറുണ്ട്. ഈ വണ്ടി ഇവിടെ നിന്ന് മാറ്റിക്കാനുള്ള നടപടികൾ വേണ്ടാക്കിക്കോ, ആക്സിഡൻറ്റ് ഉണ്ടാവും. പക്ഷേ ഞാൻ ഈ അടുത്ത ദിവസം പഞ്ചായത്തിൽ തന്നെ പരാതി പറയാൻ ചെന്നപ്പോൾ പഞ്ചായത്ത് ഓഫീസ് മുടക്കായിരുന്നു. അതുപോലെ തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നുണ്ടായിരുന്നു. അത് ഈ ദിവസങ്ങളിൽ നാളെ അറിയിക്കാമെന്ന് കരുതി നിൽക്കായിരുന്നു. അതിനുശേഷം ഇതിൽ കൂടെ പോലീസുകാർ പല പ്രാവശ്യം ഇതിൽ കൂടെ പോകുന്നുണ്ട്. ഉത്തരവാദിത്തപ്പെട്ട പലരും ഇതിൽ കൂടെ പോകുന്നുണ്ട്. ആ ഉത്തരവാദിത്തപ്പെട്ടവർ കണ്ണടയ്ക്കാണ്. ഈ വണ്ടി ഇവിടെ കിടക്കുന്നത് രാത്രി തന്നെ എനിക്കും ഇവിടെയുള്ള ഈ തൊട്ടടുത്തുള്ള ആളുകൾക്കൊക്കെ അനുഭവമുണ്ട്. ബൈക്ക് വരുമ്പോൾ ഇവിടെ ഒന്നാമതിന് ലൈറ്റില്ല. പെട്ടെന്നാണ് വണ്ടി വന്ന് നമ്മൾ കാണുമ്പോൾ കിടക്കുന്നത്. അപ്പോൾ വണ്ടി വന്ന് ഇടിക്കാനുള്ള സാധ്യതയുണ്ടെന്നും പലരും പരാതി പറഞ്ഞിട്ടും ഈ ഒരു വാഹനം അധികൃതർ കാണാത്ത പോലെ നടക്കുകയാണ്. അപ്പോൾ ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാക്കാനായിട്ട് നാളെ ബന്ധപ്പെട്ടവരായിട്ട് കാണാൻ നിൽക്കുന്ന സമയത്താണ് ഇന്നിപ്പോൾ ഒരു കാറ് ഇതിനൊന്ന് ഇടിച്ച് ആ മതിൽ തകർത്ത് ഇവിടെ കിടക്കുന്ന ഒരു സീനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ ബന്ധപ്പെട്ടവർ ഇത്തരം ഒരു വാഹനങ്ങൾ ഇവിടെ എന്ന് മാത്രമല്ല ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ ഉണ്ടാവുന്ന ഈ വാഹനങ്ങൾ അധികൃതരെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ പ്രത്യേകിച്ചൊരു അഭിമുഖം കൊടുക്കുന്നത്. അപ്പോൾ ഈ വാഹനം മാത്രമല്ല ഇതുപോലെ കിടക്കുന്ന വാഹനങ്ങൾ അടിയന്തരമായിട്ട് മാറ്റണമെന്ന് ഞാൻ ബന്ധപ്പെട്ടവരോട് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. മാത്രമല്ല ദേശീയപാത ആയതിനാലും വളവുള്ള ഭാഗമായതിനാലും ഇവിടെ അപകട സാധ്യത ഏറെയാണ്. എന്നിട്ടും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചിട്ടില്ലെന്ന ആരോപണവുമുണ്ട്. മീഡിയ ടൈം, മാള.